മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും ദോഷം വരുന്ന ഒന്നാണ് കീടനാശിനി പ്രയോഗം. നാം നിത്യവും ഉപയോഗിക്കുന്ന പച്ചക്കറി വർഗ്ഗങ്ങളിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ കീടനാശിനികളുടെ സാന്നിധ്യവും കൂടുതലാണ്. ഇത്തരത്തിൽ കീടനാശിനികൾ അടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നത് മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായും വരാറുണ്ട്. ഇപ്പോഴിതാ എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ കടകളിൽ നിന്ന് ശേഖരിച്ച പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ 31 എണ്ണത്തിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. കൃഷി വകുപ്പിന്റെ സേഫ് ടു ഈറ്റ് പദ്ധതി പ്രകാരമായിരുന്നു പരിശോധന. 31 പച്ചക്കറികളിലും 12 പഴവർഗ്ഗങ്ങളിലുമാണ് കീടനാശിനി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 15.9% പരിശോധനാ സാമ്പിളുകളിലാണ് അനുവദനീയമായ അളവിലും കൂടുതലുള്ള കീടനാശിനി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 31 സാമ്പിളുകളിൽ 19 പച്ചക്കറികളും 12 പഴങ്ങളും ഉൾപ്പെടുന്നുവെന്ന് 2024 ഏപ്രിൽ ജൂൺ കാലയളവിൽ വെള്ളായണിയിലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ ലബോറട്ടറി നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണ്. 12 കീടനാശിനികളും ഒരു കുമിൾനാശിനിയുമാണ് അവശിഷ്ടങ്ങൾ. കൃഷി വകുപ്പിന്റെ സേഫ് ടു ഈറ്റ് പദ്ധതിക്ക് കീഴിലാണ് പരിശോധന നടത്തുന്നത്. പച്ചക്കറികളിൽ ക്യാപ്സിക്കം, കൈപ്പയ്ക്ക, വഴുതന, ബീൻസ്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പച്ചമുളക്, വെള്ളരി, നേന്ത്രൻ വാഴ, സാലഡ് വെള്ളരി എന്നിവയിൽ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അവശിഷ്ടങ്ങൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ കോഡക്സ് നിർദ്ദേശിച്ച പരിധിക്ക് മുകളിലാണ്. പഴങ്ങളിൽ മുന്തിരി, ആപ്പിൾ, മാങ്ങ, മുസമ്പി, പപ്പായ, പച്ചയാപ്പിൾ എന്നിവയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തി. ഗവൺമെന്റിന്റെ സേഫ് ടു ഈറ്റ് സംരംഭത്തിന് കീഴിൽ നടത്തിയ ഏറ്റവും പുതിയ റൗണ്ട് പരിശോധനയിൽ എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ 15 ബ്ലോക്കുകൾ, 14 മുനിസിപ്പാലിറ്റികൾ, ഒരു കോർപ്പറേഷൻ എന്നിവ ഉൾപ്പെടുന്നു. അസിഫേറ്റ്, ക്ലോത്തിയാനിഡിൻ, തയാമെത്തോക്സം, ഒമേത്തയോട്ട്, ക്വിനാൽഫോസ്, മെത്തോമിഡോഫോസ്, അസറ്റാമിപ്രിഡ്, മോണോക്രോട്ടോഫോസ്, ഇമിഡാക്രോപ്പിഡ്, ട്രൈസൈക്ലസോൾ തുടങ്ങിയ കീടനാശിനികളുടെ സാന്നിധ്യം പരിശോധനയിൽ കണ്ടെത്തി. സാധാരണ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്താറുള്ള മുന്തിരിക്കും പുറമെ പേരയ്ക്ക, ആപ്പിൾ തുടങ്ങിയ പഴങ്ങളിൽ മലിനീകരണമുണ്ടെന്ന് സമീപകാല ഫലങ്ങൾ വെളിപ്പെടുത്തുന്നു. കൊല്ലം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലെ 2024 ജനുവരി, മാർച്ച് മാസങ്ങളിലെ PRRAL റിപ്പോർട്ട് പരിശോധിച്ച 192 സാമ്പിളുകളിൽ 14.06%ത്തിലും കീടനാശിനി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ 2023 ഒക്ടോബർ, ഡിസംബർ റിപ്പോർട്ടിൽ 16.75% സാമ്പിളുകളിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കീടനാശിനി അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പങ്കാളികളെ ബോധവാന്മാരാക്കുന്നതിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി 2023 കൃഷി വകുപ്പ് സേഫ് ടു ഈറ്റ് പദ്ധതിക്ക് കീഴിൽ നിരീക്ഷണ സാമ്പിളുകളുടെ ശേഖരണം നവീകരിച്ചിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സാമ്പിളുകൾ ശേഖരിക്കുന്നത്.